നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 പാപ്പയുടെ സ്പെയിൻ സന്ദർശനത്തെ വരവേൽക്കാൻ തലസ്ഥാന നഗരമായ മാഡ്രിഡ് ഒരുങ്ങി. സന്ദർശനത്തിന് മുന്നോടിയായി മുൻകാലങ്ങളിൽ മാഡ്രിഡ് സാക്ഷ്യം വഹിച്ച ചരിത്രപ്രധാനമായ പാപ്പ സന്ദർശനങ്ങളുടെ ഓർമ്മകൾ ഉണർത്തുന്ന വിപുലമായ ഫോട്ടോ പ്രദർശനം നഗരത്തിൽ ആരംഭിച്ചു. പ്രമുഖ കത്തോലിക്ക വാർത്താ ഏജൻസിയായ ഏസിയ പ്രിൻസിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ജൂൺ 6 മുതൽ ജൂൺ 9 വരെയാണ് ലിയോ 14 പാപ്പ മാഡ്രിഡിൽ വിവിധ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നത്. മാഡ്രിഡ് അതിരൂപതയുടെയും നഗരസഭയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ഈ സവിശേഷ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള മധ്യ യൂറോപ്യൻ രാജ്യങ്ങളിലെ നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും മെയ് 29 രാത്രിയിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. വിവിധ ക്രൈസ്തവ സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള നൈറ്റ് ഓഫ് ചർച്ചസ് എന്ന ആഗോള കൂട്ടായ്മയുടെ ഭാഗമായാണ് ഈ നടപടി. ചെക്ക് റിപ്പബ്ലിക്കിലും ഓസ്ട്രിയയിലുമായി മാത്രം 10 ലക്ഷത്തിനടുത്ത് സന്ദർശകർ ഒറ്റ രാത്രിയിൽ ദേവാലയങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. സാധാരണയായി പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത പള്ളിഗോപുരങ്ങൾ, ഭൂഗർഭ അറകൾ തുടങ്ങിയ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും ഈ രാത്രിയിൽ തുറന്നു നൽകുന്നതാണ്. യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസയിലെ ജനങ്ങൾക്ക് അടിയന്തരമായി മാനുഷിക സഹായം എത്തിക്കണമെന്നും എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ ചൊവ്വാഴ്ച വൈകുന്നേരം കാസ്റ്റൽ ഗാൻഡോൾഫോയ്ക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യജീവൻ കവരുന്ന ആധുനിക യുദ്ധമുറകളിൽ AI ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പും പാപ്പ നൽകി. അതേസമയം ഗാസയിലെ ജനങ്ങളെ സഹായിക്കാനും അവരുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും ലോകത്തെ എല്ലാ ഭരണാധികാരികളോടും പാപ്പ അഭ്യർത്ഥിച്ചു. അറിവിന്റെ വാതിൽ തുറന്നു തരുന്ന പുസ്തക വായന പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും അതുവഴി പുതുതലമുറയിൽ കൂടുതൽ മൂല്യബോധം വളർത്തിയെടുക്കണമെന്നും കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി കേരള ലാറ്റിൻ കാത്തലിക് ഹിസ്റ്ററി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 5 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ക്രിസ്റ്റഗ്രാഫ ബുക്ക് ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാലത്ത് അനേകം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അവ വായനക്കാരിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലിയോ 14 പാപ്പയുടെ സ്പെയിൻ സന്ദർശനത്തിനായുള്ള പ്രത്യേക വിമാന സർവീസിന്റെ നിയന്ത്രണം കമാൻഡർ പാബ്ലോ മാർട്ടിനസ് ഏറ്റെടുക്കും. സ്പാനിഷ് എയർലൈൻസിലെ തന്റെ 26 വർഷത്തെ ദീർഘമായ കരിയറിലെ ഏറ്റവും സവിശേഷമായ ഫ്ലൈറ്റ് ആയിരിക്കും ഇതെന്നും ഈ ദൗത്യം വലിയൊരു അനുഗ്രഹമായാണ് കാണുന്നതെന്നും കമാൻഡർ മാർട്ടിനസ് വ്യക്തമാക്കി. മാഡ്രിഡിൽ നിന്ന് ബാഴ്സലോണയിലേക്കുള്ള വിമാനമാണ് അദ്ദേഹം നിയന്ത്രിക്കുക. കാലാവസ്ഥയും വ്യോമഗതാഗതവും അനുകൂലമാവുകയാണെങ്കിൽ ബാഴ്സലോണയിലെ ലോകപ്രശസ്തമായ സാഗ്രദ ഫാമിലിയ ബസിലിക്കയ്ക്ക് മുകളിലൂടെ വിമാനം പറത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.